ഹായ് ഗൈസ്, ദിസ് ഇസ് ഡേ 4. അപ്പൊ ഇന്ന് പുതിയൊരാളുണ്ട്, കണ്ടോ, ഇതാണ് റിയാന. റിയാന സേ ഹായ്. എന്നെ കാണുന്നില്ല. നമ്മുടെ ഔട്ട്ഫിറ്റ് ഉണ്ട്. ഞങ്ങള് അഫ്രനെ സർപ്രൈസ് ചെയ്യാനായിട്ട് എല്ലാവരും ബെസ്റ്റീസ് വിത്ത് ദ ബ്രൈഡ്. അതെ എല്ലാവർക്കും ഉണ്ട് ബെസ്റ്റീസ് വിത്ത് ദ ബ്രൈഡ്. അഫ്രയ്ക്ക് ഒരു ടീഷർട്ട് ഉണ്ട്. ഇത് ഞങ്ങളുടെ ഡാൻസ് മാസ്റ്റർ വിക്രം, കൊച്ചിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഡാൻസ് മാസ്റ്റർ. അപ്പോൾ നമ്മളിത് ആ ഡ്രസ്സൊക്കെ ചെയ്തിരിക്കുക. സോജ ഡ്രസ്സ് ചെയ്യാൻ പോയി. അപ്പം ബേസിക് മേക്കപ്പ് ഒക്കെ ചെയ്ത് നമ്മൾ ഇരിക്കും. ആരുടെ കല്യാണം? നമ്മുടെ അപ്പുറം ഇത് കൈമാറും. അങ്ങനെ നമ്മുടെ പരമ്പരാഗതമായ സ്വത്താണ്. നമ്മള് എന്നിൽ നിന്ന് ആരംഭിച്ച് തലമുറ അപ്പൊ ആ മംഗള ബ്രൈഡിലേക്ക് യാത്ര പോകുമ്പോ തണുക്കാണ്ടിരിക്കാൻ ഇഷ്ടപ്പെട്ടോ? ഇത് നമ്മുടെ സെക്കൻഡ് ലുക്കാണ്. ഇത് നമ്മൾ എന്താ ഫംഗ്ഷൻ? അരിക്കുത്ത്. അപ്പൊ അരിക്കുത്ത് ഫംഗ്ഷന്റെ എന്റെ ആദ്യത്തെ അരിക്കുത്താണ്. ഞങ്ങളുടെ എല്ലാവരുടെയും. അതെ, ഞങ്ങളുടെ ആദ്യത്തെ അരിക്കുത്താണ്. അപ്പൊ അരിക്കുത്ത് ഫംഗ്ഷനിൽ നമ്മളൊരു ട്രഡീഷണൽ ലുക്കാണ് ചെയ്യുന്നത്. അപ്പോ അതിന് നമ്മുടെ സുന്ദരിക്കുട്ടിയെ ഒരു ട്രഡീഷണൽ ബ്യൂട്ടി ആക്കിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് നിങ്ങൾ കാണുന്നത്. ഇല്ലാത്ത മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ പെട്ടി കയറി നിന്ന് തട്ടം ഫിക്സ് ചെയ്യും. കാവിലെ ദേവി നമ്മൾ റെഡിയായി. സോജ എവിടെ? സോജ കം, ഹായ് സേ ഹായ്. നമ്മളെല്ലാവരും സുന്ദരി തരുണിയും മണികളായി. ഇനിയിപ്പം നമ്മൾ ഫംഗ്ഷൻ്റെ അടുത്തോട്ട് പോവുക. അപ്പുറം ഫോട്ടോ എടുത്ത് കഴിഞ്ഞാണ്. അയ്യോ, എനിക്ക് കുഞ്ഞ് കഴിക്കാൻ വയ്യ. അപ്പം ശരി, അപ്പം നമുക്ക് ഫംഗ്ഷനിൽ കാണാം.
ഒരു ഗെറ്റ് റെഡി പ്രോസസ്സിന്റെ ഇടയിൽ വേറൊരാളതും അവിടെ ഇരിപ്പുണ്ട്. എന്ത് ചെയ്യുവാ? PhD ഡോക്ടർ ആയിക്കൊണ്ടിരിക്കുകയാണ്. വീറ്റുള്ള റോസാപ്പ് ഫിക്സ് ചെയ്യാം. നമ്മൾ ആദ്യം ഒരു യൂപ്പിൻ അതിലോട്ട് കുത്തി ഇറക്കും. കണ്ടോ? അപ്പോൾ ഒരു എക്സ്ട്രാ ഹോൾഡ് വരും. എന്തല്ല സഫ്ര സോജ കരയുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ സോജ കരഞ്ഞു കണ്ടിട്ടില്ല. കരഞ്ഞു കണ്ടിട്ടുണ്ട്. ഞാനും കരി. മുപ്പിന്റെ കരയാൻ സമയമുണ്ട്. സമയം അവസരം നമ്മൾ ബ്രീഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇംപ്രവൈസ് ചെയ്തൊരു ഹെയർ സ്റ്റൈലാണിത്. കാരണം നമ്മൾ ചെയ്ത് വന്നപ്പോൾ ഇതാണ് നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളി നമ്മുടെ ഇന്നത്തെ മൂഡ് റോയലാണല്ലോ. അപ്പോൾ റോയൽ വൈബ് കിട്ടാനായിട്ട് നമ്മൾ ഒരു നല്ല ഓപ്പൺ ഹെയർ ലോങ് ഹെയർ സ്റ്റൈലാണെന്ന് ചെയ്തത്. ഫ്രണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ, ഫ്രണ്ടിലോട്ട് മുടിയൊക്കെ വന്ന് മൊത്തത്തിൽ ജ്യോത അക്ബറിലെ ജ്യോതിയെ പോലെ ആയിട്ടുണ്ട് നമ്മുടെ കുട്ടി. തട്ടവും കൂടെ ഇട്ട നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആവും. വെരി നൈസ്. ഇതെനിക്ക് ഒരുക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് വിടാൻ തോന്നി. നമ്മളെ ഒരുക്കിട്ടൊക്കെ ആയിട്ട് പറഞ്ഞേ ചുമ്മാ നിൽക്കുക കുഞ്ഞെ വിടാം. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദാറ്റ് മൊമെന്റ്. അയ്യോ ഇല്ല, ഞാൻ കരയില്ല. ഞാൻ കാണിച്ചു ചുറ്റുമ്പോ കരയും. പിന്നെ കരയും. സ്റ്റേജ് വന്ന് കരയാൻ രീതി അതാണ്. അപ്പോൾ നമുക്കിത് ഫിക്സ് ചെയ്യാം. നമ്മൾ തട്ടം ഫിക്സ് ചെയ്യുമ്പോൾ ബ്രൈഡിന് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും അതിൻ്റെ അത് സ്ലൈഡും പിന്നെ ഇങ്ങനെ പുറത്ത് കാണാൻ പാടില്ല ബോബി പിൻസ് ഒന്നും. അപ്പോൾ നമ്മൾ ഓൾറെഡി അകത്ത് നമ്മൾ ക്ലിപ്സ് ഫിറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചു ഇന്നലത്തെ പോലെ. എന്നിട്ട് നമ്മൾ ഇൻവിസിബിൾ പിന്നുണ്ടല്ലോ, ഇത് നമ്മളിതിൻ്റെ അകത്തോട്ട് കുത്തി കൊടുക്കും. അപ്പോൾ നമ്മുടെ ഇത് കാണില്ല, അത് ഫുള്ളി അതിൻ്റെ അകത്തോട്ട് പോവും. ആൻഡ് നല്ല നീറ്റായിട്ട് ഇരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. പരിപാടിക്ക് 2 മണിക്കൂർ മുമ്പുള്ള ഡാൻസ് പ്രാക്ടീസ്. 2 1 മണിക്കൂർ. അപ്പോൾ നമ്മൾ ചറ പറയുന്ന ഓൺ ദ സ്പോട്ട് ഒപ്പന പഠിച്ചിട്ട് വേഗം റെഡി ആയിക്കൊണ്ടിരിക്കുക. ഓൾമോസ്റ്റ് കഴിയാറേ അല്ലേ ഗൈസ്? അപ്പുറം ഇവിടെ നമ്മളെ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ ഓടി പോകാൻ പോണ്. അപ്പം അപ്പോൾ പോവും. കാണിച്ചായിട്ട് കാണിക്കാം. നമ്മൾ മലബാർ വെഡിങ്ങിന് റെഡിയായി. നമ്മളെ കാണും. അടിപൊളി. നമ്മൾ തന്നെ വീണ്ടും നമ്മൾ തന്നെ പോയത് നല്ല രസമല്ലേ? ലെറ്റ്സ് ഗോ. ഇനി ഞാൻ ഫുൾ രാവിലെ തൊട്ട് രാത്രി അനുരാഗത്തിൻ അതെ ഇന്ന് പാതിരാക്കാറ്റൊക്കെ ഒന്ന് മുടിയിലടിക്കണം എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഞങ്ങളുടെ ഫൈനൽ ലുക്ക് എവിടെ? സൂപ്പർ. അപ്പൊ നമുക്ക് അപ്പുറം കാണാൻ പോവാ. Dress change. Come on, let's go.
ഫൈനലി ഞാൻ സുമംഗലിയായിരിക്കുന്നു. ആ, സുമംഗലി, സുമംഗലി, സുമ പറഞ്ഞ പോലെ സുമംഗലി. സുമംഗലിയായിരിക്കുന്നു ഗായ്സ്. Hi guys, today is the wedding day. അപ്പോൾ നമ്മൾ ഗ്രാൻഡായിട്ട് ഒരുങ്ങി മഴയുടെ ചെയ്തു. ഹലോ, ഞാൻ ഫുള്ളി റെഡിയാണ് അഫ്രയുടെ കല്യാണത്തിന്. ഓ ഗോഡ്, എൻ്റെ സംഗീതിൻ്റെ ലെഹങ്ക ഞാൻ റീയൂസ് ചെയ്യുകയാണ്. ബ്ലൗസ് മാറ്റി, സെയിം ബ്ലൗസ് അല്ല, പക്ഷേ എൻ്റെ ലെഹങ്ക വീണ്ടും ഇട്ടത്. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത ലെഹങ്കയാണ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാനും എൻ്റെ അച്ഛനും എൻ്റെ വെഡിങ്ങിൻ്റെ സമയത്ത് കൊറോണ ആയതുകൊണ്ട് നമുക്ക് ഷോപ്പിലൊന്നും പോകാൻ പറ്റത്തുണ്ട്. ഞങ്ങൾ തന്നെ മെറ്റീരിയലൊക്കെ എടുത്തിട്ട് ആദ്യം റെഡിയാക്കിയ എൻ്റെ വെഡ്ഡിങ് ഡ്രസ്സാണ്, വൺ ഓഫ് മൈ വെഡ്ഡിങ് ഡ്രസ്സസ്. അപ്പോൾ ഇതാണ് നിരുന്നത്. ഓക്കെ, പിന്നെ ഇന്ന് ഞാനിങ്ങനെ ഇത്ര ഗ്രാൻഡായിട്ട് റെഡിയാവാൻ കാരണം ഇന്ന് ഞാൻ കുറച്ച് ഫ്രീ ആയിരുന്നു. സർപ്രൈസിംഗ്ലി ഇന്ന് എനിക്ക് റെഡിയാക്കണ്ടായിരുന്നു, കാരണം ഇന്ന് അഫ്രേൻ്റെ ബാല്യകാല സഖിയായ ബിച്ചു അക്ക മിയയാണ് റെഡിയാക്കിയത്. അപ്പം നമ്മൾ അഫ്രേനെ കണ്ടിട്ടില്ല, അഫ്ര നമ്മളെയും കണ്ടിട്ടില്ല. അപ്പം നമുക്ക് അഫ്രേനെ കാണാൻ പോവാം. ലെറ്റ്സ് ഗോ. ടൈമില്ല, ബാക്കി ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ ആദ്യം റെഡി ആയതുകൊണ്ട് നമ്മൾ കാണാൻ പോകും. അടുത്തതായി മറിയ ഗോൾഡ്വിനെ കണ്ടോ? ഹൈ ഹൈ, മാഷല്ലാ, മറിയ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു പയ്യനെ കൂടെ കിട്ടിയെന്ന് മറിയുടെ. ആ അതെ, എൻ്റെ വൺ ഓഫ് മൈ അതർ ഫങ്ഷൻസ് വെഡിങ് ലെഹങ്ക നമ്മൾ വീണ്ടും റീയൂസ് ചെയ്യുന്നു. പക്ഷെ എന്നെക്കാട്ടും ഭംഗിയുണ്ട് തനിക്കെന്ന് അഖിൽ ചേച്ചി പറഞ്ഞു. അതൊരു സത്യമാണ്. കാരണം ഈ ബ്ലൗസ് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്, കാണും, ഡീറ്റെയിലിംഗ് ഒക്കെ കാണും, കഷ്ടപ്പെട്ട് ചെയ്തതാണ്. യാ, അതാ അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമുക്ക് അഫ്രെ കാണാൻ പോവാം. നമുക്ക് അഫ്രനെ കാണാൻ പോവാം. ഓക്കെ, ഞങ്ങൾ വിചാരിച്ച എല്ലാവരും ടൈമിന് റെഡി ആവുമെന്ന്. ഞങ്ങൾ മാത്രം ഓൺ ടൈമിനാണ്. ഇവിടെ ആരും റെഡി ആയിട്ടില്ല. വെരി സർപ്രൈസിങ്. ഞങ്ങളിവിടെ വന്നപ്പോൾ തൊട്ട് ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, ലൈറ്റൊക്കെ വന്ന് പയ്യനൊക്കെ പറ്റുമെന്ന് പറയുന്നു. നമുക്ക് വേഗം അഫ്രനെ കാണാൻ പോകുകയാണ്. ഇവിടെ നല്ല ചൂടുണ്ട്. ഞാൻ മുടി അയച്ചിടാന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ ഒന്നും നടക്കില്ല ഇവിടുത്തെ ചൂടിൽ. നമുക്ക് അഫ്രനെ കാണാൻ പോകും. ക്യാഷിലായിട്ട് ലെഹങ്ക ഇട്ട് റോട്ടെ കൂടെ നടക്കും ഈ വീട്ടിൽ. ആ ആണ് അവിടെ അഫ്രയുണ്ട്. ഹലോ, കാണട്ടെ 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 ദഫ്ര മോളെ. മാഷാഅല്ലാ. പുയ്യാപ്പിളേനെ വരവേൽക്കാൻ, കൈകൊട്ടി വരവേൽക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. പുയ്യാപ്പിളൊക്കെ വരും. വി ആർ വെരി എക്സൈറ്റഡ് ടു സീ ദ പുയ്യാപ്പിള. സ്റ്റേജ് സെറ്റാണ്, എല്ലാം സെറ്റാണ്. ആ, ഇഷൽ തൃക്കരിപ്പൂറിന്റെ പാട്ട് സെറ്റാണ്. പുയ്യാപ്പിളൊക്കെ വരുമായിരിക്കും അല്ലേ? ഹലോ സുമു, ഐ ലവ് യു സോ മച്ച്. എന്നെ ഇത്രയും ദിവസം ഒരുക്കി ഇങ്ങനെ
വൃത്തിയാക്കി നിർത്തിയത് അമലാണ്, ബ്രഹ്മ. എന്റെ സയൻസ് ഗ്രൂപ്പിന് ഇങ്ങനെ ഒരു സർക്കിളിൽ തന്നെ ഇങ്ങനെ ഇട്ട് വെക്കാനുള്ള മെയിൻ ഒരു തൂണാണ് അമല. ഒരുങ്ങിയതൊക്കെ ഭയങ്കര ഇഷ്ടമായി. നല്ല രസമായിട്ടില്ലേ കാണാൻ വേണ്ടിട്ട്. നിനക്കാണ് എന്നെ കണ്ടിട്ടിങ്ങനെ എനിക്കിങ്ങനെ ഒരുങ്ങാൻ പറ്റൂലേ? Thank you so much. I love you so much.